അങ്ങനെ പുറത്ത് പറയാൻ കൊള്ളാവുന്ന വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലേനും പുറത്ത് പറയാൻ പാടില്ലാത്തതായ കുറേ സ്വഭാവങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് 68 ഞാൻ കൊടുങ്ങല്ലൂർ അധ്യാപകനായിട്ടെത്തി. കൊടുങ്ങല്ലൂർ അധ്യാപകനായിട്ട് ഇപ്പോഴത്തെ സംസ്കൃത വിദ്യാപീഠം എന്നൊക്കെ പറയണതല്ല, കുഞ്ഞുട്ടി തമ്പുരാട്ടിയായിരുന്നു പ്രിൻസിപ്പൾ. അവിടെ അധ്യാപകനായിട്ടിരിക്കുമ്പോൾ അവിടുന്നാണ് സീരിയസ് എന്നല്ല എന്തായാലും തരത്തിലുള്ള എഴുത്തുകളൊക്കെ ആരംഭിക്കുന്നത്. അതിൻ്റെ മുമ്പ് ഈ ട്യൂട്ടോറിയൽ കോളേജിലേക്ക് വേണ്ടിയിട്ട് അവർ ആനിവേഴ്സറിക്ക് വല്ല നാടകങ്ങളോ അങ്ങനെയൊക്കെ എന്തോ ചെറിയ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവുന്നല്ലാതെ കുറച്ച് ഗൗരവമായിട്ട് എഴുത്തിൽ എത്തിപ്പെട്ടത് എങ്ങനെ എത്തിപ്പെട്ടതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. എത്തിപ്പെട്ടത് അവിടെ ഇരിക്കുമ്പോഴാണ് അശ്വത്ഥമാവ് എഴുതി. കൊടുങ്ങല്ലൂരിൻ്റെ തൂണിൽ കാവ്യം തുളുമ്പും എന്നൊക്കെയാണ് വൈലപ്പള്ളി കൊടുങ്ങല്ലൂരിനെ പറ്റി പറയണത്. ആ അന്തരീക്ഷമൊക്കെ കൂടിയിട്ടായിരിക്കാം അവിടെ ധാരാളം വായിക്കാൻ പറ്റുന്ന സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു. വലിയ വലിയ ലൈബ്രറികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പറ്റിയിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്നൊക്കെ ആവും ഭാരതമൊക്കെ കമ്പോട് ആദ്യം വായിച്ചിട്ടുണ്ടാവുക. ഇവിടെയൊക്കെ ഭാരതം ഉണ്ടായിരുന്നു, പറഞ്ഞിട്ട് വായിച്ചിട്ടില്ല. അങ്ങനെ ആദ്യം എഴുതിയത് അശ്വത്ഥമാവ് എന്ന് പറഞ്ഞ പുസ്തകമാണ്. അത് ചെറിയ വലുതും ചെറുതുമായിട്ടുള്ള ചില പുസ്തക പ്രസിദ്ധീകരണശാലക്കാർക്കൊക്കെ കൊടുത്തു. അവരും നന്നായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് മടക്കി മേടിച്ചിട്ട് സന്ദർഭവശാൽ അത് കോവിലൻ്റെ അടുത്ത് വന്ന് പെട്ടു. കോവിലൻ അത് വായിച്ചിട്ട് അതിനെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. 1-2 പ്രാവശ്യം റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടത് മാതൃഭൂമിയിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഞാനതങ്ങനെ നേരെ മാതൃഭൂമിയിൽ കൊണ്ടു കൊടുത്തു. ഒന്നും ആരും അറിയുന്നില്ല. മാതൃഭൂമിയിൽ കൊടുത്ത് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ അന്നത്തെ പീരിയോഡിക്കൽസിൻ്റെ ഒക്കെ എഡിറ്ററായിരുന്ന വാസുദേവൻ എടുത്തു വന്നു. അത് വീക്കിലിയിൽ പ്രസിദ്ധീകരിക്കാമെന്ന്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു നോവൽ എഴുതുകയും അതാദ്യമായിട്ട് ഒരാളുടെ ആദ്യത്തെ നോവൽ മാതൃഭൂമിയിൽ വരിക എന്നുള്ളത് അപൂർവമാണ് അന്നൊക്കെ. താമസിക്കാതെ കണ്ട് അതൊക്കെ 70-ലാണ്. 72 ആകുമ്പോഴേക്കും ഞാൻ ഭ്രഷ്ടം എന്ന് പറഞ്ഞിട്ട് ഒരു നോവൽ എഴുതി. അതും മാതൃഭൂമിയിൽ വന്നു. പിന്നെ അങ്ങനെ ഇതൊരു തൊഴിലാക്കാൻ പറ്റുന്ന തൊഴിലെന്നൊക്കെ പറഞ്ഞാൽ അന്ന് അതിൻ്റെ വരുമാനം കൊണ്ടൊരു കുടുംബത്തിൽ നിന്ന് ജീവിക്കാൻ പറ്റില്ല. ഞാൻ മാതൃഭൂമിയിൽ എഴുതുമ്പോൾ ആഴ്ചയിൽ 25 ഉറുപ്പ്യാണ് എന്നുള്ളതായ ആഴ്ചയിലുള്ള എനിക്കുള്ള അതിൻ്റെ പ്രതിഫലം. ഭ്രഷ്ടമൊക്കെ ആകുമ്പോഴേക്കും 30 ഉറുപ്പ്യായി. എങ്കിലും അന്ന് ഒരു ഇവിടെ കൊടുങ്ങല്ലൂർ പഠിപ്പിക്കുമ്പോൾ 150 ഉറുപ്പ്യ അവിടെ മാസം കിട്ടും. ഇതൊരു അഡീഷണലായിട്ടുള്ള ഒരു വരുമാനം എന്നുള്ള നിലയ്ക്ക് പിന്നെ അങ്ങനെ കുറേശ്ശെ എഴുതി. അങ്ങനെ ഇപ്പോഴും കുറേശ്ശെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എഴുത്തിലേക്ക് വന്ന് പെടാണ്ടായിട്ടുള്ള സാഹചര്യം. എഴുത്ത് തന്നെയാണ് ഇതിനും സിനിമയിലേക്ക് എത്താനും കാരണമായത്. അദ്ദേഹത്തിൻ്റെ ഒരു കാർഡ് കിട്ടുകയാണ്. ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്, അത് അങ്ങനെന്നൊക്കെ പറയുള്ളൂ, ഇപ്പോഴും അങ്ങനെയാണ്. തമ്പുരാനാ. ഞാൻ പറഞ്ഞു വന്നോളൂ, ഇന്ന ദിവസം ഈ സമയത്ത് വന്നോളൂ എന്ന് പറഞ്ഞു. ഇത്ര അശ്രദ്ധമായി ഫയൽ ചെയ്തിട്ടുള്ള ഒരാളെ ഒരു സാധനം ഞാൻ അതിൻ്റെ മുമ്പും കണ്ടിട്ടില്ല, പിന്നെയും കണ്ടിട്ടില്ല. അത് കൊണ്ടുവന്നു, വർത്തമാനമൊക്കെ പറഞ്ഞു. ഞാൻ നോക്കിക്കൊള്ളാം. ഈ കാണുന്ന ഗേറ്റ് കടമ്പാന്ന് ഞങ്ങൾ പറയണ 3 മുളങ്കാല് കുഴിച്ചിട്ടിട്ട് കവുങ്ങിൻ്റെ അഴി എറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആൾക്കാർക്ക് കടക്കാനായിട്ട് ഒരു ഭാഗത്തെ അഴി അഴിച്ചു വയ്ക്കും. ഇദ്ദേഹം വന്ന് എന്നോട് വർത്തമാനം പറഞ്ഞിട്ട് തിരിച്ചു പോയി. എൻ്റെ മൂത്ത മകൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ ആരാ അപ്പോൾ വന്നു പോയത്? ഞാൻ പറഞ്ഞു, അത് മാടമ്പ് കുഞ്ഞുമുട്ടൻ എന്ന് പറയുന്ന ഒരാളാണ്, ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, അത് കൊണ്ടുവന്നതാണ്. അച്ഛാ അയാളെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഗേറ്റ് ചാടി കിടക്കുക ചെയ്ത് ഒറ്റ ചാട്ടമാണ് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട്. ഒരാൾ അച്ഛൻ്റെ മുമ്പിൽ ഇതുമാതിരി ഒരു സംഗതി ചെയ്തിട്ടില്ല എന്ന് വലിയ പരിഭവമാണ് മോൾക്ക്. ബഹുമാനിച്ചില്ല അച്ഛനെ എന്നാണ് അവർ കരുതിയത്.
അപ്പം ഞാൻ കരുതി അടാ ഇയാളപ്പോൾ കുറച്ചൊരു ചൂരനാണല്ലോ, ഇയാളെ ഒന്ന് ശ്രദ്ധിക്കണം അന്ന് ഞാൻ കരുതി. ഞാനിത് വായിച്ചു നോക്കി. ഈ ഭൂലോകത്തിൽ ഇത്ര വൃത്തികെട്ട മലയാളം കയ്യക്ഷരം ഞാൻ കണ്ടിട്ടില്ല. ഈ എഴുത്തുകാരൻ എഴുതിയ ആൾ ഇതാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ ഊഹിച്ചെടുത്തിട്ട് അക്ഷരം കണ്ടെത്തണം. പക്ഷേ വായിക്കുമ്പോൾ അതിലുള്ള സാധനം ഉണ്ടല്ലോ, അസാമാന്യമായ ഇതിവൃത്തമാണ്. അശ്വത്ഥമാവും പിന്നീട് വളരെ പ്രശസ്തമായി തീർന്ന രചന. അതിൻ്റെ ആദ്യത്തെ പകർപ്പാണ് കോവിലിൻ്റെ മുമ്പിൽ അയാൾ ഇത്ര കഷ്ടപ്പെട്ട് വായിക്കുന്നത്. മുഴുവൻ വായിച്ചു. മാടമ്പന് കാർഡ് എഴുതി വന്നോളൂ. അദ്ദേഹം പറഞ്ഞ സമയത്ത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ ഇങ്ങനെ മാറ്റം വരുത്തണം, ഇങ്ങനെ വരുത്തണം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതുള്ളത്, മാറ്റി എഴുതുക എന്ന് പറഞ്ഞ് മാറ്റി എഴുതി എഴുതാതെ കൊണ്ടുവന്നു. ആ കോപ്പിയും കൊണ്ടുവന്നു. എനിക്ക് ഇഷ്ടമായില്ല. പോരാ, ഇത്രയും കൂടി വേണം എന്ന്. ഈ ഗേറ്റ് ചാടി കിടന്നവനല്ലേ, വലിച്ചൊരു ഏറും കൊടുത്തിട്ട് അങ്ങോട്ട് പോയെങ്കിലോ, അങ്ങനെ കളയാൻ പറ്റില്ല സാധനം. അപ്പം ഞാൻ പറഞ്ഞു, മൂന്നാമത്തെ പതിപ്പ് അത് പകർപ്പ് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഞാൻ ഇന്ന ദിവസം തൃശ്ശൂർ ടൗൺ ഹാളിൻ്റെ അവിടെ വരും, ടൗൺ ഹാളിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. ടൗൺ ഹാളിൻ്റെ മുമ്പിലേക്ക് ഞാൻ പറഞ്ഞ സമയത്ത് ആളെത്തി. ടൗൺ ഹാളിൻ്റെ അവിടെ എത്തി കണ്ടപ്പോൾ വന്ന് അദ്ദേഹം ഇത് തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നിങ്ങനെ നോക്കി, ആ കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിനോട് ഇനി ഇതിൽ കൂടുതൽ പറയാൻ സാധിക്കില്ലേ, എനിക്ക് പറയാനുള്ള മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കോഴിക്കോട്ട് വാസുദേവൻ നായരുടെ അടുത്ത് കൊണ്ടുകൊടുക്കുക പറഞ്ഞു. വാസുദേവൻ നായരുടെ അടുത്ത് കൊണ്ടുവിട്ടു. പെട്ടെന്ന് വാസുദേവൻ നായരുടെ ഒരു കത്ത്, സാധനം കിട്ടി, ഞാൻ വായിക്കുന്നു. പിറ്റേ ദിവസം ഒരു കത്ത് വായിച്ചു, പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അടുത്ത പതിപ്പിൽ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ എനിക്ക് അന്ന് ഒരാക്ഷേപം മാടമ്പനോടുണ്ട്. അതിൽ കാർത്തു എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഒരാവശ്യമില്ല, അപ്രസക്തമായ കഥാപാത്രമാണ്. കാർത്തൂനെ നമുക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പൊട്ടാക്കിയില്ല. കാർത്തൂനെ ഇദ്ദേഹം കൂടുതലും മിനുക്കുക ചെയ്തത്. അങ്ങനെ ആഴ്ചപ്പതിപ്പിൽ സീരിയലൈസ് ചെയ്തു. പിന്നൊക്കെ നിങ്ങൾക്കറിയാവുന്ന കഥയാണ്. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇദ്ദേഹം ഒന്നാം തരം തിരക്കഥ എഴുത്തുകാരനാണെന്ന്. അപ്പം എനിക്ക് കാർത്തൂൻ ഓർമ്മ വന്നു. വെറുതെ അല്ല കാർത്തൂനെ കെട്ടിപ്പിടിച്ചിട്ട് ഈ അശ്വത്ഥമാവ് ഫൈനലൈസ് ചെയ്തത്. ഇനിയിപ്പോൾ പരിചയപ്പെടുത്താനുള്ളത് എൻ്റെ കുടുംബമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ഒരു 12 കൊല്ലം മുമ്പ് മരിച്ചേക്കണം. ഞങ്ങൾ ബ്രദേഴ്സ് 4 ആളാണ്. 2 ആൾ ഇവിടെ ഇല്ല, ആസ്ട്രേലിയയിലൊക്കെയാണ്. പിന്നെ ഞങ്ങൾ 2 ആളുടെ ഇവിടെ ഉണ്ട്. എൻ്റെ മക്കളും മക്കളുടെ ഹസ്ബൻഡ്സും. അനിയൻ്റെ 2 മക്കളാണ്. അവരൊന്ന് കല്യാണം കഴിഞ്ഞ് പുറമെയാണ്. എൻ്റെ ഒടുക്കത്തെ അനിയനാണ് തൊട്ടടുത്തിരിക്കുന്നതായ അയാൾ ചിത്രഭാനു എന്നാണ് അവർ. അയാളുടെ ഭാര്യയാണ് അടുത്തുള്ളത്, ശാന്ത. അവിടെ ഒരു സ്കൂളിൽ ഹെഡ് മിസ്ട്രസ്സാണ്. പിന്നെ അങ്ങേപ്പുറത്ത് 2ാമത്തെ മകളെ വിവാഹം കഴിച്ച അപ്പു, ശങ്കരനാരായണൻ എന്നാണ് അയാളുടെ പേര്. അയാൾ തൊഴിലുകൊണ്ട് ഒരു അധ്യാപകനാണ്. പക്ഷേ അയാളുടെ പ്രധാന പണി അയാളൊരു വയലിനിസ്റ്റാണ്, സംഗീതമാണ് അയാളുടെ താല്പര്യമുള്ള വിഷയം. അതിൻ്റെ അപ്പുറത്ത് എൻ്റെ മൂത്ത മകളെ വിവാഹം കഴിച്ച അഡ്വക്കേറ്റാണ് അയാൾ, വിനോദം. അങ്ങേരെ തൊഴിലുകൊണ്ട് അഡ്വക്കേറ്റൊക്കെയാണ്. നാടകമാണ് അദ്ദേഹത്തിന് താല്പര്യമുള്ളതായൊരു വിഷയം. ആ മൂത്ത മകളുടെ
മൂത്ത മകൻ, വിനുവിൻ്റെ മൂത്ത മകനാണ് ഇരിക്കുന്ന ഈ ഞങ്ങൾ ചുക്രു എന്ന് വിളിക്കണ അതുൽ. അയാൾ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് ഇല്ലേ? എത്ര സിനിമയിലുണ്ട്? 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ എഴുതിയിട്ടുള്ള ഒരു സിനിമയിൽ തന്നെയാണ്. പറയാതെ ഏത് സിനിമ പറയും? ശാന്തത്തിൽ. ഇത് രണ്ടാമത്തെ ഉള്ള കുട്ടിയാണ്. അതിപ്പോൾ അഭിനയിക്കണമെന്നില്ല. പാട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ ശരിയില്ല. പഠിക്കണ്ടോ? അങ്ങനെ എൻ്റെ മൂത്ത മകളാണ്. അത് ഒരു ചെറിയൊരു ബാങ്കിലെ ഗുമസ്തപ്പണിയായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കലയും സാഹിത്യമൊന്നും വലിയ കാര്യമായിട്ട് ഒട്ടുമില്ല. അച്ഛനെ എഴുതണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളത്. മറ്റേ രണ്ടാമത്തെ മകൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. അതിനും കലയും സാഹിത്യങ്ങളൊന്നും ഈശ്വരൻ സഹായിച്ച് അതൊന്നും ഉണ്ടായിട്ടില്ല. ഇത് അനിയൻ്റെ രണ്ടാമത്തെ മകളാണ്. അതിപ്പോൾ ഞങ്ങളുടെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് 2 വിദ്യ ഞങ്ങൾക്ക് പാരമ്പര്യം. ഓത്തും സംസ്കൃതമാണ്. ഈ തലമുറയിൽ രണ്ടുമില്ല. ഇപ്പോൾ ഈ കുട്ടി വേദാന്തം പഠിക്കുന്നുണ്ട്. പിന്നെ ഇയാളിപ്പോൾ ഒരു ആയുർവേദം എന്താ അതിൻ്റെ ആൻറ്റിസിക് എന്ന് പറഞ്ഞിട്ടൊരു ആയുർവേദ പ്രോഡക്റ്റ്. അത് പുകവലിയുടെ താല്പര്യം കുറയ്ക്കുന്ന ഒരു മരുന്നാണ്. ഞാൻ കണ്ടമാനം പുകവലിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ അത് ഉപയോഗിച്ചിട്ട് വലിയ കുറവാണ്. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു സ്ഥിതി എന്നൊക്കെ പറഞ്ഞത്. പിന്നെ 3 സിസ്റ്റേഴ്സ് ഇപ്പോൾ ഉണ്ട്. അവരൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് അവിടെ 2 ബ്രദേഴ്സുള്ളത് ഓസ്ട്രേലിയയിലാണ്. അങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു തനി ഗ്രാമാന്തരീക്ഷത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു 60 കൊല്ലത്തിലധികം 65 കൊല്ലം നീണ്ട അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു സാധാരണ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് ഒന്നും പറയാനില്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ എടുത്തു പറയാൻ തക്കവണ്ണുള്ളതായ വലിയ അനുഭവങ്ങളില്ല, വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാലും ഉള്ളതായ ചില ഓർമ്മകൾ അങ്ങനെ ഇപ്പോൾ നിങ്ങളായിട്ട് പങ്കുവച്ചിരിക്കുകയാണ്.